സ്വാഗതം. ആദ്യ പ്രധാന വാർത്തകൾ. നിരവധി നിവേദനങ്ങൾക്ക് ശേഷം 55 ലക്ഷം രൂപ മുടക്കി ചുറ്റും കെട്ടി സംരക്ഷിച്ച പഞ്ചായത്തിലെ 6ാം വാർഡിലെ പുരത്തറക്കുളം ലീഡിംഗ് ചാനൽ നിർമ്മിച്ച് ജലമൊഴുക്കി വിടാൻ സാധിക്കാത്തതിനാൽ മലിനമാകുന്നു. ഉദ്ഘാടനത്തിന് 2 ദിവസം മുൻപ് തകരാറിലായ കളമ്പൂർ തൂക്കുപാലം 4 മാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് നിർമ്മാണ ചുമതലയുള്ള കെൽ ഉദ്യോഗസ്ഥർ. NCC 21 കേരള ബറ്റാലിയൻ എറണാകുളം കോട്ടയം യൂണിറ്റുകൾ സംയുക്തമായി വെള്ളൂർ ഭാവൻസ് മുസ്ലിം വിദ്യാലയത്തിൽ വെച്ച് നടത്തുന്ന NCC കമ്പൈൻഡ് ആനുവൽ ട്രെയിനിംഗ് ക്യാമ്പ് അവസാന ഘട്ടത്തിലേക്ക്. ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷന്റെ കോതമംഗലം സമ്മേളനം നടന്നു. വാർത്തകൾ വിശദമായി. നിരവധി നിവേദനങ്ങൾക്ക് ശേഷം 55 ലക്ഷം രൂപ മുടക്കി ചുറ്റും കെട്ടി സംരക്ഷിച്ച പഞ്ചായത്തിലെ 6ാം വാർഡിലെ പുരത്തറക്കുളം ലീഡിംഗ് ചാനൽ നിർമ്മിച്ച് ജലമൊഴുക്കി വിടാൻ സാധിക്കാത്തതിനാൽ മലിനമാകുന്നു. മുളക്കുളം പെരുവാ റോഡിന്റെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന പുരത്തറക്കുളം മാലിന്യങ്ങൾ നിറഞ്ഞ് സമീപ പ്രദേശങ്ങളിലെ കിണറുകൾ വരെ മലിനപ്പെടുത്തി തുടങ്ങിയ ശേഷമാണ് 55 ലക്ഷം രൂപ മുടക്കി ശുദ്ധീകരിച്ചത്. ചുറ്റും കരിങ്കൽ കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തി കുളം നവീകരിച്ചതോടെ നിരവധി പേർ ഇവിടെ കുളിക്കുവാനും നീന്തൽ പരിശീലനത്തിനുമായി എത്തിത്തുടങ്ങി. സ്വാഭാവിക ജലസ്രോതസ്സായി കുളത്തിൽ നിറയുന്ന ജലം ഒഴുകിപ്പോകാൻ ലീഡിംഗ് ചാനൽ നിർമ്മിക്കാത്തതിനെ തുടർന്ന് വെള്ളം കെട്ടിക്കിടന്ന് മലിനമായി തുടങ്ങിയിരിക്കുകയാണ്. ഇതിനിടെ കുളത്തിൽ ആമ്പലും പായലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കുളത്തിനോട് ചേർന്നുള്ള കണ്ണാടിക്കര പാടശേഖരത്തിലൂടെ ലീഡിംഗ് ചാനൽ നിർമ്മിച്ച് പാടശേഖരത്തിന് ചേർന്നുള്ള തോടിലൂടെ ഒഴുക്കിക്കളയാൻ പദ്ധതിയുണ്ടായിരുന്നു. പക്ഷേ കുളം കെട്ടി സംരക്ഷിച്ചതിനൊപ്പം ലീഡിംഗ് ചാനൽ നിർമ്മിക്കാൻ പണമില്ല എന്ന കാരണത്താൽ അത് ഉപേക്ഷിച്ചു. ചില സമയങ്ങളിൽ കണ്ണാടിക്കര പാടശേഖരത്തിലെ മലിനജലം കുളത്തിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്നുണ്ട്. വെള്ളക്കെട്ട് നിറഞ്ഞതിനാൽ കണ്ണാടിക്കര പാടശേഖരത്തിൽ വർഷങ്ങളായി ഒരു കൃഷിയും ചെയ്യുന്നില്ല. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കുന്ന നിരവധി പദ്ധതികൾ ഉണ്ടായിട്ടും കണ്ണാടിക്കര പാടശേഖരത്തേക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഏക്കർ കണക്കിന് വരുന്ന പാടശേഖരം ഇപ്പോഴും വെള്ളക്കെട്ട് നിറഞ്ഞു കിടക്കുകയാണ്. ലീഡിംഗ് ചാനൽ നിർമ്മിച്ച് ജലം പുഴയിലേക്ക് ഒഴുക്കിക്കളഞ്ഞാൽ കുളത്തിലെ ജലം ശുദ്ധീകരിക്കപ്പെടുകയും പാടശേഖരത്തിൽ പച്ചക്കറി കൃഷി അടക്കമുള്ള കൃഷികൾ ചെയ്യാനുമാകും. പുരത്തറ കുളത്തിനോട് ചേർന്നുള്ള ലിഫ്റ്റ് ഇറിഗേഷൻ കനാലിൽ നിന്നും കുളത്തിലേക്ക് ശക്തമായ തോതിൽ നീരൊഴുക്കുണ്ട്. ഇതുമൂലം കടുത്ത വേനലിൽ പോലും കുളത്തിൽ ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കും. കുളത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലം പച്ചക്കറി അടക്കമുള്ള കൃഷികൾക്കും ഉപയോഗിക്കാം. ഇനിയെങ്കിലും ലീഡിംഗ് ചാനൽ നിർമ്മിച്ച് ഈ പാടശേഖരത്തിൽ കൃഷി ചെയ്യാനുള്ള അവസരമുണ്ടാക്കണമെന്നാണ് കൃഷിക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. ഉദ്ഘാടനത്തിന് 2 ദിവസം മുൻപ് തകരാറിലായ കളമ്പൂർ തൂക്കുപാലം 4 മാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് നിർമ്മാണ ചുമതലയുള്ള കെൽ ഉദ്യോഗസ്ഥർ. 2.36 കോടി രൂപ ചെലവിൽ 2012 എറണാകുളം കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കളമ്പൂർ തൂക്കുപാലം നിർമ്മാണം ആരംഭിച്ചത്. 130 മീറ്റർ നീളവും 1.2 മീറ്റർ വീതിയുമുള്ള പാലം 2013 പൂർത്തീകരിച്ചത്. പാലത്തോട് ചേർന്നുള്ള കളമ്പൂർ കാവിലെ പാന ഉത്സവത്തോടനുബന്ധിച്ചാണ് ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത്. ഉദ്ഘാടനത്തിന് 2 ദിവസം മുമ്പ് പാലത്തിന്റെ ഒരു വശം സ്ഥിതി ചെയ്യുന്ന മുളക്കുളം കരയിലെ തൂണ് ചെരിയുകയാണ് ഉണ്ടായത്. നിർമ്മാണത്തിലെ ഈ അപാകത ഉദ്ഘാടനത്തിന് ശേഷമാണ് സംഭവിച്ചിരുന്നതെങ്കിൽ അമ്പലത്തിലെ ഉത്സവത്തിനായി എത്തുന്ന 100 കണക്കിന് ഭക്തജനങ്ങൾ വൻ അപകടത്തിൽപ്പെടുമായിരുന്നു. പിന്നീട് 2 വർഷം കഴിഞ്ഞിട്ടും യാതൊരു പുരോഗതിയും പണിയിൽ ഉണ്ടായില്ല എന്നത് ജനങ്ങളിൽ വൻ പ്രതിഷേധത്തിന് ഇടയാക്കി. ഇരുമ്പുവടത്തിന് ആവശ്യമായ ചെരിവില്ലാതിരുന്നതിനാലാണ് കാൽ ചെരിഞ്ഞതെന്ന് പറയപ്പെടുന്നു. തുടർന്ന് നിർമ്മാണം നിർത്തിവെച്ച ശേഷം ചെരിഞ്ഞ കാലിന് തൊട്ടുചേർന്ന് 7 മീറ്റർ ആഴത്തിൽ പാറയിൽ വീണ്ടും പൈലിംഗ് നടത്തി പുതിയ കാലിന് ഡിസൈൻ ചെയ്യുകയാണ് ചെയ്തത്. നേരത്തെ 2 ഇരുമ്പുവടങ്ങളിൽ നിർമ്മിച്ചിരുന്ന പാലം പുതുതായി ഒറ്റ ഇരുമ്പുവടത്തിലാണ് തയ്യാറാക്കുന്നത്. പാലത്തിന്റെ ഇരുകരകളിലും കാൽ വരെയുള്ള ഭാഗം കരിങ്കൽ കെട്ടി പാത തയ്യാറാക്കുവാനും തീരുമാനിച്ചതായി കെല്ലിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. NCC 21 കേരള ബറ്റാലിയൻ എറണാകുളം കോട്ടയം യൂണിറ്റുകൾ സംയുക്തമായി വെള്ളൂർ ഭാവൻസ് മുസ്ലിം വിദ്യാലയത്തിൽ വെച്ച് നടത്തുന്ന NCC കമ്പൈൻഡ് ആനുവൽ ട്രെയിനിംഗ് ക്യാമ്പ് അവസാന ഘട്ടത്തിലേക്ക്. മെയ് 11 ആരംഭിച്ച ക്യാമ്പ് 20 സമാപിക്കുന്നത്. കോട്ടയം, എറണാകുളം ജില്ലകളിലെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമായി 600ഓളം NCC കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പ് കമാൻഡന്റ് കേണൽ റോബിൻ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. മെയ് 18 തീയതി അഡീഷണൽ ഡയറക്ടർ ജനറൽ മേജർ ചന്ദ്രപ്രകാശ് സിംഗ് ക്യാമ്പ് സന്ദർശിച്ചു. കുട്ടികൾക്കായി യോഗ, ഫിസിക്കൽ ട്രെയിനിംഗ്, ഡ്രിൽ, ഫയറിംഗ് പ്രാക്ടീസ്, വ്യക്തിത്വ വികസന ക്ലാസുകൾ, അടിസ്ഥാന യുദ്ധമുറകളിൽ പ്രാക്ടീസ് തുടങ്ങിയവയാണ് നടത്തപ്പെടുന്നത്. വൈക്കം ജോയിന്റ് RTO സജിത് ബി റോഡ് സേഫ്റ്റിയെപ്പറ്റിയും കെൽസയിൽ നിന്ന് അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ നിയമ അവബോധത്തെപ്പറ്റിയും ക്ലാസുകൾ നയിച്ചു. സൈബർ സെക്യൂരിറ്റിയെപ്പറ്റി കോട്ടയം സൈബർ സെല്ലിന്റെ നേതൃത്വത്തിലും വ്യക്തി ശുചിത്വത്തെപ്പറ്റി കോട്ടയം DMOയുടെ നേതൃത്വത്തിലും ക്ലാസുകൾ നടന്നു. വെള്ളൂർ HNLലെ ഫയർഫോഴ്സ് സെക്ഷന്റെ നേതൃത്വത്തിൽ ഫയർ ഫൈറ്റിംഗ് ഡെമോൺസ്ട്രേഷൻ നടത്തപ്പെട്ടു. കുട്ടികൾക്ക് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സന്ദർശിക്കുവാനും അവസരം നൽകി. ക്യാമ്പ് കമാൻഡന്റ് കേണൽ റോബിൻ ഫെർണാണ്ടസ്, ഡെപ്യൂട്ടി ക്യാമ്പ് കമാൻഡന്റ് ലഫ്റ്റനന്റ് കേണൽ ഷംഷേർ സിംഗ്, മറ്റ് ക്യാമ്പ് ഓഫീസർമാരായ റോയി മാത്യു, VP ബാബു, രാജീവ് VR, ദിനേശ് G, രാജു B, CI രമ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു. ആയുർവേദത്തിന്റെ പുരോഗതിയെ തേടി കുട്ടി പോലീസ് സംഘം നെല്ലിക്കാട് മലയിൽ. പിറവം MKM ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളാണ് കിഴക്കൊപ്പം നെല്ലിക്കെട്ട് മലയിലെത്തി ആയുർവേദ നേതൃ ചികിത്സ
ചികിത്സാ രംഗത്ത് രാജ്യാന്തര പ്രശസ്തി നേടിയ ഡോക്ടർ NPP നമ്പൂതിരിയെ കണ്ടത്. ആയുർവേദ നേത്ര ചികിത്സാ രംഗത്തെ ആചാര്യൻ ഡോക്ടർ NPP നമ്പൂതിരിയുടെ മുന്നിലെത്തിയ സംഘം ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. SPCയുടെ മുഖാമുഖം പരിപാടിയുടെ ഭാഗമായിട്ടാണ് സന്ദർശനം നടന്നത്. സ്റ്റുഡൻസ് പോലീസ് കാഡറ്റും നേത്ര സംരക്ഷണം സംബന്ധിച്ച് പ്രത്യേക ക്ലാസും നടന്നു. യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യവും ബോധ്യപ്പെടുത്തി. PR ശോഭന, ബിനു EP, പുഷ്പലത PJ എന്നിവർ നേതൃത്വം നൽകി. 44 അംഗങ്ങൾ ഉൾപ്പെട്ട SPC സംഘവും പോലീസ് ഉദ്യോഗസ്ഥരുമാണ് നെല്ലിക്കാട്ട് മനയിൽ എത്തിയത്. ഇനി ഒരിടവേള. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250-ൽ പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. വീണ്ടും വാർത്തകളിലേക്ക്. സ്വകാര്യ ബാങ്കിലും സഹകരണ ബാങ്കിലും മുക്കുപണ്ടം പണയം വെച്ച് 550 കോടി രൂപ തട്ടിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കാഞ്ഞിരമറ്റത്തിനടുത്ത് ചാലക്കപ്പാറയിൽ താമസിക്കുന്ന വരിക്കാൻ നിന്ന് പുളിയാവൂരിൽ ശംസുദ്ദീനെയാണ് അറസ്റ്റ് ചെയ്തത്. കീച്ചേരിയിൽ പ്രവർത്തിക്കുന്ന സർവീസ് സഹകരണ ബാങ്കിൽ 7343 ഗ്രാം തൂക്കത്തിലുള്ള മുക്കുപണ്ടവും അരയങ്കാവ് യോഗക്ഷേമം കുറീസിൽ 18,088 ഗ്രാം മുക്കുപണ്ടവുമാണ് ഇയാൾ പണയം വെച്ചത്. അരയൻകാവ് പുതുമ ജ്വല്ലറി ഉടമകളായ ഷംസുദ്ദീനും മക്കളായ ഷാജ്, ഷജുമോൻ എന്നിവരും ജ്വല്ലറി ജീവനക്കാരനായ ഹരിനന്ദകുമാറുമാണ് പല തവണകളായി മുക്കുപണ്ടങ്ങൾ നൽകി പണമെടുത്തത്. യോഗക്ഷേമം ബാങ്കിൽ നിന്ന് 3.25 കോടി രൂപയും കീച്ചേരി സഹകരണ ബാങ്കിൽ നിന്നും 1.25 കോടി രൂപയുമാണ് ഇവർ തട്ടിയെടുത്തതെന്നാണ് പ്രാഥമിക നിഗമനം. കീച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ അരയങ്കാവ് പ്രഭാത സായാഹ്ന ശാഖയിൽ വൻ ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ട ബാങ്ക് പ്രസിഡന്റ് MS ഹമീദ് കുട്ടി സെക്രട്ടറിയെയും ബോർഡംഗങ്ങളെയും കൂട്ടി പരിശോധന നടത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തു വന്നത്. പുതുമ ജ്വല്ലറി ഉടമയുടെ തന്നെ 32 ഇടപാടുകളിൽ 1 കോടിയോളം രൂപയുടെ ഇടപാടുകൾ കണ്ടെത്തിയതോടെ സ്വർണം പരിശോധിക്കാൻ വിദഗ്ധരെ കൊണ്ടുവരികയായിരുന്നു. വലിയ ആഭരണങ്ങൾ, മുക്കും തൂക്കം കുറഞ്ഞ പലതും സ്വർണ്ണാഭരണങ്ങളുമായിരുന്നുവെന്ന് ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു. തുടർന്നുള്ള കണക്കെടുപ്പിലാണ് 1.25 കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തിയത്. ഇത് പുറത്തു വന്നതോടെ പുതുമ ജ്വല്ലറി ഉടമ ഇടപാട് നടത്തിയ പല സ്ഥാപനങ്ങളിലും പരിശോധനകൾ നടന്നു. അങ്ങനെയാണ് അരയൻകാവ് യോഗക്ഷേമം ലോൺ ആൻഡ് കുറീസിൽ നിന്നും 3.25 കോടി രൂപ തട്ടിച്ചതായി മനസ്സിലായത്. മറ്റു ബാങ്കുകളിൽ ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും പണയം വെച്ച വ്യാജസ്വർണത്തിന്റെ പരിശോധന പൂർത്തിയാക്കി വരികയാണെന്നും അന്വേഷണ ചുമതല വഹിക്കുന്ന പിറവം CI K ജിനദേവൻ അറിയിച്ചു. നിരവധി നിവേദനങ്ങൾക്ക് ശേഷം 55 ലക്ഷം രൂപ മുടക്കി ചുറ്റും കെട്ടി സംരക്ഷിച്ച പഞ്ചായത്തിലെ 6ാം വാർഡിലെ പുരത്തറക്കുളം ലീഡിംഗ് ചാനൽ നിർമ്മിച്ച് ജലമൊഴുക്കി വിടാൻ സാധിക്കാത്തതിനാൽ മലിനമാകുന്നു. ഉദ്ഘാടനത്തിന് 2 ദിവസം മുൻപ് തകരാറിലായ കളമ്പൂർ തൂക്കുപാലം 4 മാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് നിർമ്മാണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ. NCC 21 കേരള ബറ്റാലിയൻ എറണാകുളം കോട്ടയം യൂണിറ്റുകൾ സംയുക്തമായി വെള്ളൂർ ഭാവൻസ് മുസ്ലിം വിദ്യാലയത്തിൽ വെച്ച് നടത്തുന്ന NCC കമ്പൈൻഡ് ആനുവൽ ട്രെയിനിംഗ് ക്യാമ്പ് അവസാന ഘട്ടത്തിലേക്ക്. ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷന്റെ കോതമംഗലം സമ്മേളനം നടന്നു. ഇതോടുകൂടി ഐവിസ് വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.